അസ്സലാമുഅലൈക്കും, വെൽക്കം ബാക്ക് ടു റഫീസ് കിച്ചൺ ലാബ്. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് പൈനാപ്പിൾ പച്ചടിയാണ്. ഇത് സദ്യ സ്പെഷ്യൽ മാത്രമല്ല, എപ്പോഴും ഉണ്ടാക്കാൻ പറ്റിയ ഒരു പച്ചടി തന്നെയാണ്. എരിവും പുളിയും മധുരവും ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ പ്രത്യേക ഒരു ടേസ്റ്റാണ് ഇതിന്. ഇപ്പോൾ പൈനാപ്പിളിൻ്റെ സീസൺ ആണല്ലോ, അപ്പോൾ നമ്മുടെ വീട്ടിലുണ്ടായ പൈനാപ്പിൾ വെച്ചിട്ടാണ് ഈ പച്ചടി തയ്യാറാക്കുന്നത്. നല്ല ഫ്രഷ് പൈനാപ്പിൾ വെച്ച് ഉണ്ടാക്കിയത് കൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ്. ഞാനിവിടെ ഈ ഒരു പഴുത്ത പൈനാപ്പിൾ വെച്ചിട്ടാണ് ഈ പച്ചടി തയ്യാറാക്കുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണുക. പൈനാപ്പിൾ ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി പൈനാപ്പിൾ കുക്കറിലേക്ക് ഇട്ട് 2-3 വിസിൽ വരെ കുക്ക് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, 1 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം. ഇനി ഈ പൈനാപ്പിൾ ഒന്ന് കുക്കായി വരട്ടെ. ഈ സമയം നമുക്കിതിലേക്കുള്ള തൈര് ഒന്ന് അടിച്ചെടുക്കാം. തൈരിലെ കട്ടയൊന്ന് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ അടിച്ചെടുക്കുന്നത്. ഇനി നമുക്കിതൊന്ന് അടിച്ചെടുത്ത് വരാം. ഇതൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി ഇതേ മിക്സി ജാറിൽ തന്നെയാണ് ഇതിലേക്കുള്ള തേങ്ങ അരച്ചെടുക്കുന്നത്. 1/2 കപ്പ് തേങ്ങ ചിരവിയതാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 1/4 ടീസ്പൂൺ നല്ല ജീരകം, 1/4 ടീസ്പൂൺ കടുക്, 2 പച്ചമുളക്, 1 പീസ് ഇഞ്ചി, 8 വെളുത്തുള്ളി എന്നിവ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അധികം എരിവില്ലാത്ത 2 പച്ചമുളകാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അല്പം കറിവേപ്പിലയും കൂടി ചേർത്ത് നമുക്കിത് ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കണം. ഇപ്പോൾ ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. അപ്പോഴേക്കും നമ്മുടെ കുക്കർ വിസിലടിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി സ്റ്റീമൊക്കെ പോയതിന് ശേഷം ഓപ്പൺ ചെയ്ത് നോക്കാം. പൈനാപ്പിളെല്ലാം നന്നായി കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു മൺചട്ടിയിലേക്ക് മാറ്റണം. അല്പം കറിവേപ്പില ഇടുന്നുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ മാറ്റി വെച്ച തേങ്ങ അരച്ചത് ഒഴിച്ചു കൊടുക്കാം. പിന്നെ അടിച്ചു വെച്ച തൈര് ഒഴിക്കുന്നുണ്ട്. ഞാനിവിടെ 1/2 കപ്പ് തൈരാണ് ചേർത്തത്. നല്ല പുളിയുള്ള തൈരാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ കുറച്ചൊഴിച്ചാൽ മതി. പുളി കുറവുള്ള തൈരാണ് എടുക്കുന്നതെങ്കിൽ കൂടുതൽ ഒഴിക്കാം. നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം. അത്യാവശ്യം നല്ല മധുരമുള്ള പൈനാപ്പിളാണിത്. അതുകൊണ്ട് ഞാൻ പഞ്ചസാര ചേർക്കുന്നില്ല. അധികം മധുരമില്ലാത്ത പൈനാപ്പിളാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ അല്പം പഞ്ചസാര ചേർത്തോളൂ. ഇനി നമുക്കിത് ഗ്യാസ് സ്റ്റോപ്പിലേക്ക് മാറ്റി നന്നായിട്ടൊന്ന് ചൂടാക്കി എടുത്താൽ മതി. തൈര് ചേർത്തത് കൊണ്ട് കറി പിരിഞ്ഞു പോകും. അപ്പോൾ നന്നായിട്ടൊന്ന് ചൂടാക്കി എടുത്താൽ മാത്രം മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് പൈനാപ്പിൾ പച്ചടി ഒന്ന് താളിച്ചെടുക്കണം. ഇതിനു വേണ്ടി 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. ഇതൊന്ന് ചൂടായതിനു ശേഷം നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ കടുകിട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വന്നതിന് ശേഷം അല്പം കറിവേപ്പിലയും 3 വറ്റൽമുളകും ചേർത്ത് കൊടുത്ത് നമുക്കിത് പച്ചടിയിലേക്ക് ഒഴിക്കാം. ഇപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ പച്ചടി റെഡി ആയിട്ടുണ്ട്. പച്ചടി അധികം ലൂസായി പോവരുത്. കുറച്ച് തണുത്ത് കഴിയുമ്പോൾ ഒന്നും കൂടി തിക്കായി വരും. നന്നായി തണുത്തതിന് ശേഷം മാത്രമേ പച്ചടി സെർവ് ചെയ്യാവൂ. അപ്പോഴാണ് നമ്മുടെ പൈനാപ്പിൾ പച്ചടിക്ക് ടേസ്റ്റ് കിട്ടുക. അപ്പോൾ പൈനാപ്പിളിൻ്റെ സീസൺ ആയതുകൊണ്ട് നിങ്ങളുടെ വീട്ടിലും പറമ്പിലൊക്കെ പൈനാപ്പിൾ ഉള്ളവരാണെങ്കിൽ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഈ പച്ചടി ഇഷ്ടമായെങ്കിൽ ലൈക്ക് അടിക്കാൻ മറക്കരുതേ. പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോയിൽ നല്ല റെസിപ്പിയുമായി ഞാൻ വരാം. അസ്സലാമു അലൈക്കും.